Hi friends, ഞാൻ ജിത്തു ഗോപിനാഥ്. Once again welcome to my video blog AJ Infotech. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രിന്ററിന്റെ അൺബോക്സിംഗ് ആണ്. CANON PIXMA MG2570S എന്ന മോഡലിന്റെയാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഓൾ ഇൻ വൺ പ്രിന്റർ ആണ്. ഇതിനകത്ത് പ്രിന്റ്, സ്കാൻ, കോപ്പി ഇതെല്ലാം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ഹോം ബേസ്ഡ് പ്രിന്റർ ആണ്. കാരണം നമുക്ക് വീട്ടിൽ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിന്റിംഗ് എല്ലാം ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ CANON PIXMA MG2570S എന്ന മോഡൽ ഉള്ള ഓൾ ഇൻ വൺ പ്രിൻ്റർ. സോ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ആമസോൺ നല്ല പാക്കിംഗ് ആണ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ വിയർ ആൻഡ് ടിയർ ഒന്നും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓൾ ഇൻ വൺ പ്രിൻ്ററാണ്. മീൻസ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ബഡ്ജറ്റ് ഒരു പ്രിൻ്റർ ആണെന്ന് കൂടി പറയാം. അപ്പോൾ നമുക്കിതൊന്ന് പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു യൂസർ മാനുവലാണ് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ യൂസർ മാനുവലിനകത്ത് എങ്ങനെ ഇത് പ്രിൻ്റർ സെറ്റപ്പ് ചെയ്യണമെന്ന് ഇമേജസിലൂടെ അവർ ഷോ ചെയ്തിട്ടുണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എങ്ങനെ അത് സെറ്റപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിനിയും ഇതിനകത്ത് പ്രിൻ്റർ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തിലിപ്പോൾ ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഈ ബോർഡിനകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ കേബിൾസും USB കേബിൾസും പവർ കോഡും പിന്നെ 2 കാട്രിഡ്ജസുമാണ്. അപ്പോൾ ഇതിനകത്തിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ എൻ്റെ വാറണ്ടി കാർഡ്, അങ്ങനെ യൂസർ മാനുവൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്റർ. അപ്പോൾ ഇതാണ് പേപ്പർ ട്രേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാൻ കോപ്പി ചെയ്യുന്ന ഭാഗം. ഫ്ലാറ്റ് ബെഡ് സ്കാൻ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ സ്കാൻ, കോപ്പി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പവർ ബട്ടണാണ്. പിന്നെ ഇങ്ക് ലെവലാണ് ഈ 2 കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ബട്ടൺ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കോപ്പി ചെയ്യുന്നതാണ്. മീൻസ് ഇതിനകത്തിൽ കളറും അതുപോലെ ബ്ലാക്കും രണ്ടും വേർതിരിച്ചാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിനകത്ത് വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കളർ കാട്രിഡ്ജാണ്. 746S എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് കാണുന്നതിനാണ് കളർ കാട്രിഡ്ജ് ഇടുന്നത്. സോ ജസ്റ്റ് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഓക്കെ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കാട്രിഡ്ജ് ഉണ്ട്, അതിടാം. ബ്ലാക്ക് കാട്രിഡ്ജും സെയിം സെക്കൻഡ് പോർട്ടിലാണ്. അതിൻ്റെ നമ്പർ 745S എന്നാണ്. അതും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ ഈ കാട്രിഡ്ജിൻ്റെ ട്രേ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, കാട്രിഡ്ജ് ഇനി നമുക്ക് USB നമുക്ക് പോർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പവർ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിനാണ് കണക്ട് ചെയ്യുന്നത്. അതിനകത്ത് CD ഡ്രൈവ് ഇല്ല. സോ എനിക്ക് സോഫ്റ്റ്വെയർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ CANOൻ്റെ CD നമുക്ക് കൊടുക്കുന്നുണ്ട്. സോ CD എൻ്റെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഡൗൺലോഡിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഒരു 64-bit വിൻഡോസ് ആയതുകൊണ്ട് ഞാനത് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നെറ്റ് കുറച്ച് സ്ലോ ആണെങ്കിലും പൊതുവെ നല്ല ഡൗൺലോഡിങ്, വലിയ സൈസ് ഇല്ല. ഇത് മൊത്തം 358 MB ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CANON പ്രിൻ്റർ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഫങ്ഷനബിൾ ആണ്. അപ്പോൾ ഞാൻ ഫുൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, ബാക്കിയൊന്നുമില്ല. അതിനകത്ത് ഓറിയൻറ്റേഷൻ, കോപ്പീസ്, പേപ്പർ ഇതെല്ലാം കറക്റ്റാണ്. സോ പ്രിൻ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് എങ്ങനെ പ്രിൻ്റ് വരുന്നതെന്ന് നോക്കാം. സോ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഓക്കെ, നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, വന്നു. ഫസ്റ്റിലെ കാണുമ്പോഴേ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള അടിപൊളിയായ ലുക്കാണ്. ഓക്കെ, ഒരു 50% പ്രിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അത്രയ്ക്ക് സ്ലോ അല്ല പ്രിൻ്റർ, ബട്ട് ഫാസ്റ്റാണ്. ഓക്കെ, നമ്മുടെ പ്രിൻ്റ് ഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഗുഡ്. അപ്പോൾ ഇതിന് നല്ല പ്രിൻ്റ് ക്വാളിറ്റിയാണ് ഇപ്പോൾ ക്യാനൺ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഹോം ബേസിന് പറ്റിയൊരു പ്രിൻ്ററാണ് ഈ കാനൺ പിക്സ്മ MG2570.